ഹായ് ഗായ് സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ രാധിക ശ്യാമനെ കാണാൻ വേണ്ടിയിട്ട് ആ അമ്പലത്തിൽ പോകുന്നതും അതിനിടയ്ക്ക് ബെഞ്ചമിന് അവളെ കില്ല് ചെയ്യാൻ നോക്കുന്നതും ആ അമ്പലവാസികളെല്ലാവരും അത് കാണുന്നതും അവളെ രക്ഷിക്കുന്നതൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുൺ അവൻ്റെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം. അച്ഛൻ നമ്മുടെ ഫുഡ് പോർട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, ആരോ ഒരാൾ അതിൻ്റെ ഇടയിലേക്ക് ലഹരി പദാർത്ഥങ്ങളൊക്കെ കയറ്റിയിട്ട് ആകെ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞ് അവൻ്റെ ടെൻഷൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നമ്മൾ ആരെയും കണ്ണടിച്ച് വിശ്വസിക്കരുത്. അപ്പോൾ ഈ കമ്പനിയിലുള്ള ആരെങ്കിലുമൊക്കെ നിനക്ക് സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അവിടെ ഉള്ള എല്ലാവരും പെർഫെക്റ്റാണ്, എനിക്ക് നല്ല വിശ്വാസമാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ വരുണിൻ്റെ അച്ഛന് ചെറിയൊരു ഡൗട്ട് പറയുന്നുണ്ട്, ഈ ബെഞ്ചമിൻ ആളെങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ വരും പറയുന്നുണ്ട്, ബെഞ്ചമിൻ നല്ല ആളാണ് അച്ഛാ, നല്ല ഹാർഡ് വർക്കറാണ്, ഒരു ബിസിനസ് ഫാമിലി ഉള്ള ആളാണ്, അതുകൊണ്ട് ഒരുപാട് ബിസിനസ് കണക്ഷൻസും അയാൾക്കുണ്ട്. ഈ ഓഫർ തന്നെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, ആ ഓഫറാണ് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നത്, അതിന് പിന്നിലൊക്കെ ഈ ബെഞ്ചമിനാണ്, പിന്നെ ഈ എംബസിയിലുള്ള കാര്യങ്ങൾ എല്ലാം നോക്കുന്നത് അവനാണ്, അവനെക്കുറിച്ചൊരു സംശയം വേണ്ട, അവന് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ അവനെ പറ്റി സേഫ് ആക്കിയിട്ടാണ് വരുൺ പറയുന്നത്. കാരണം വരുണ് യാതൊരു സംശയം അവൻ്റെ പറ്റി തീരെ ഇല്ല എന്നാണ് അവന് എൻ്റെ അച്ഛനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെ എല്ലാവരും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്, ഞാനാണ് ചീറ്റ് ചെയ്യുന്നതെന്ന് ആരും നെഞ്ഞത്ത് എഴുതി വെച്ച് നടക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ കണ്ണടച്ച് ആരും വിശ്വസിക്കരുത്, അതാണ് നിനക്ക് ഫസ്റ്റ് നിൻ്റെ ബാലപാഠം പറയുന്നത്, നിനക്ക് അതാണ്. ബിസിനസ്സിൽ ആരും നമ്മൾ കറക്റ്റ് വിശ്വസിക്കാൻ പാടില്ല, ചെറുതായിട്ട് എല്ലാവരും ഒരു സംശയത്തിൻ്റെ നേരിൽ തന്നെ നോക്കി നിൽക്കണം. പിന്നെ ബിസിനസ് എന്ന് പറയുമ്പോൾ നല്ല സക്സസ് ആയിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു റിലാക്സ് ആവാനൊക്കെ നമുക്ക് നോക്കാം, പക്ഷേ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ചെറിയൊരു വീഴ്ച പറ്റിയാൽ അവിടെ കിടക്കരുത്, തല താഴ്ത്തി നിൽക്കരുത്, നമ്മൾ അതിന് എഗെയിൻസ്റ്റായിട്ട് അതിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ കഴിയുക അതൊക്കെ നമ്മൾ ചെയ്യാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ പറയുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവരുടെ വീഴ്ചകളൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ, ആ ഒരു ദൈവാനുഗ്രഹം കൂടി നമുക്കുണ്ടാകും, അല്ലാതെ നമ്മൾ അവരെ താഴ്ന്നു പോകണമെന്ന് അങ്ങനെ ഒന്നും നമ്മൾ ആഗ്രഹിച്ചില്ല. ഇനി നിനക്കൊരു പ്രശ്നം വരുമ്പോൾ നീ അങ്ങനെ തല താഴ്ത്തി നിൽക്കല്ലേ, നീ അത് ഓവർകം ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ പ്ലാനുകളൊക്കെ നോക്കുക എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ അച്ഛൻ നന്നായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലല്ല മോട്ടിവേഷൻ അവനാവുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അച്ഛാ ഇത് മതി എനിക്ക്, ഇനി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചോളാം എന്നൊക്കെ അവൻ നല്ല കോൺഫിഡൻസിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ നമ്മുടെ ശ്യാമനാണ് കാണിക്കുന്നത്. ശ്യാമയും അമൃതേടത്തിയും കൂടി ആ അമ്പല കമ്മിറ്റിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ അവാർഡ് കൊടുക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി വീട്ടിൽ നിന്ന് കയറാൻ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവും പിറകിൽ വേറൊരു വണ്ടി വരുന്നത്. അപ്പോൾ ഇവർ വാതിലിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ നോക്കി കാണാണ് ആരാണോ വരുന്നതെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ടാകും രാധികയുടെ വണ്ടിയാണ്. അപ്പോൾ ശ്യാമ എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം മറന്നിട്ട് ആ ഡ്രസ്സ് ശ്യാമയുടെ ലുക്കിലാണ്, ആ പർദ്ദയൊന്നും ഇട്ടിട്ടില്ല എന്നുള്ള ചിന്ത ഒന്നും ഇല്ലാതെ പെട്ടെന്ന് മോളെ കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷത്തിൽ നേരെ ശ്യാമ അങ്ങോട്ട് എൻ്റെ മോള് കാരണം പോകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഏടത്തി പിടിച്ച് വെക്കുകയാണ്. അല്ല ശ്യാമ ആയിട്ടാണ് പോകുന്നത് അതോ ഫിദമയുടെ ആയിട്ടാണ് പോകുന്നത്, ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി എന്നൊക്കെ പറയുമ്പോഴാണ് ശ്യാമക്ക് ഓടുന്നത്. ഞാനിത് പെട്ടെന്ന് മാറ്റി വരാം എന്നൊക്കെ പറയുമ്പോൾ അമൃതടുത്തുള്ള കയ്യിലുള്ള അവാർഡൊക്കെ കൊടുത്തിട്ട് അത് വേഗം എടുത്ത് വെച്ചേക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞയക്കാണ്. പിന്നെ അപ്പോൾ ഈ പറഞ്ഞയക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു സാരി അങ്ങ് അകത്തേക്ക് പോകുന്നത് ഈ രാധിക കണ്ടിട്ടുണ്ട്. അപ്പോൾ രാധിക ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അവൾക്കൊരു സംശയം, അവിടെ മറ്റാരോ ഉണ്ട് എന്നുള്ളൊരു സംശയം വരികയാണ്. അപ്പോൾ അവൾ കയറി ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല മാഡം എങ്ങോട്ടെങ്കിലും പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് ഇരുന്നിട്ട് അല്ല പോയി വരികയാണ് മോള് വാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് പോയത് ആരാണ് എന്നൊക്കെ ഇങ്ങനെ ശ്യാമനോടല്ല അമൃതേടത്തിനോട് ഈ രാധിക ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അത് ഈ വീട്ടിൽ ഒന്ന് തട്ടി വൃത്തിയാക്കാൻ ഒരാളെ വിളിച്ചിരുന്നു, ആ സ്ത്രീയാണ്, അവർ അകത്തേക്ക് പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അവൾക്ക് സംശയമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഓക്കെ നമ്മുടെ ഫിദാമയുടെ ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ ഫിദാമയുടെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും അങ്ങ് അറിയാതെ അങ്ങ് പറഞ്ഞു പോവാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, മാറ്റിക്കൊണ്ടിരിക്കേ അപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. അല്ല പോകല്ല, നിന്നെ കാണാൻ വേണ്ടി നിനക്കും വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ മെല്ലെ തടി തപ്പി അങ്ങ് പറഞ്ഞിട്ട് അവളെയും കൂട്ടി അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അകത്ത് കയറുമ്പോൾ അവിടെ ഫിദാമയുടെ സോഫയിൽ ഇങ്ങനെ പർദ്ദ കെട്ടി ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ ആ ഫിദാമയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ നേരെ ഫിദയുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. എന്നിട്ട് ഫിദനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്,
ഇന്ന് ഞാൻ ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത കണ്ടു, ശ്യാമമ്മയുടെ അവാർഡ് വാങ്ങാൻ അവിടെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് അമ്പലത്തിൽ വരുന്നുണ്ട് എന്നുള്ള വാർത്ത ഒക്കെ കണ്ടിട്ട് ഞാൻ അവിടെ പോയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഫിദ അങ്ങ് ഞെട്ടാണ്. നീ ഉണ്ടായിരുന്ന അവിടെ എന്ന് അറിയാതെ അങ്ങ് ചോദിച്ചു പോവാണ്. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളും ഉണ്ടായിരുന്നു അവിടെ, നിങ്ങൾ വന്നിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ആകെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയായി. അപ്പം നല്ല അമൃതടുത്ത് പറയുന്നുണ്ട്, ശ്യാമക്ക് എന്തോ ഒരു കാര്യം ഇതോട് സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ വരാൻ പറഞ്ഞത്, അങ്ങനെ ഞങ്ങൾ പോയതാണ് എന്ന് എല്ലാ തടി തപ്പാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, എന്നിട്ട് ഞാൻ അവരെ കാണാൻ പോയി, പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് നേരിട്ട് അത്ര അടുത്ത് നിന്ന് കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാമ ഒന്നിങ്ങനെ ഞെട്ടുന്നുണ്ട്. അയ്യോ ഇനി വല്ല പ്രശ്നങ്ങളൊക്കെ വരുമോ എന്നുള്ള രീതിയിൽ. അപ്പം അമൃതയടുത്ത് പിറകിൽ നിന്ന് ഇങ്ങനെ വല്ല ആക്ഷൻ കാണിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരെ കണ്ട കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഫിദ പറയുന്നുണ്ട്, അപ്പം നീ ആദ്യമായിട്ട് ശ്യാമനെ കാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ രാധിക പറയുന്നുണ്ട്, ഞാൻ അമ്മയും മകളും ആണെന്നല്ല വിചാരിച്ചത്, അങ്ങനെ അല്ലേ പറയാൻ ഫിദ മേഡം പോകുന്നത്. ഞാനേ ശ്യാമ മേഡത്തിനെ ദൈവത്തിൻ്റെ തുല്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ശ്യാമ മേഡം എൻ്റെ ദൈവവും ആവണ്ട, എൻ്റെ കൂട്ടുകാരി ഒന്നും ആവണ്ട, അമ്മയോ ഒന്നും ആവണ്ട, ദൈവത്തിൻ്റെ സ്ഥാനത്ത് അവിടെ തന്നെ നിന്നോട്ടെ, അവരെ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ സംസാരിക്കുകയാണ്. ഞാൻ അവർ ദൈവത്തിൻ്റെ അവരെ ആരാധിക്കുന്ന ഒരു സ്ത്രീയല്ലേ, അതുകൊണ്ട് അമ്മയായിട്ടൊക്കെ ഇങ്ങനെ വെറുത്ത് പോകണ്ട എന്നുള്ള രീതിയിലാണ് ഈ രാധിക സംസാരിക്കുന്നത്. പക്ഷെ ആ സംസാരം കേൾക്കുമ്പോൾ പിന്നെ ശ്യാമക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. കാരണം അവൾ അമ്മയായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ. പക്ഷെ രാധിക പറയുന്നുണ്ട്, ഞാൻ അവരെ കണ്ടപ്പോൾ എന്നെയൊക്കെ തന്നെ ഞാൻ സ്വയം കണ്ണാടിയിൽ നോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്, അത്രയും സാമ്യമുണ്ട്. പക്ഷേ അതൊന്നും എൻ്റെ അമ്മ ആവണമെന്ന് എനിക്കില്ല എന്നൊക്കെയാണ് അവൾ സംസാരിക്കുന്നത്. പിന്നെ അവൾ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയോ എന്നൊക്കെ പറയുമ്പോൾ ഇവർ എന്താണെന്നിങ്ങനെ അവളോട് ചോദിക്കുകയാണ്. കൊലപാതക ശ്രമം എന്നൊക്കെ പറയുമ്പോൾ ഇവരങ്ങ് ഞെട്ടുകയാണ്. അതെ, ഞാൻ ശ്യാമ മേഡത്തിനെ കാണാൻ വേണ്ടിയിട്ട് വേഗം അവരുടെ കാറിന് പിന്നാലെ ഓടി. അപ്പോൾ അവർ പോയതിന് പിറകിൽ ഞാൻ അവിടെ റോഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ എന്നെ വണ്ടി കൊണ്ട് ഇടിപ്പിക്കാൻ നോക്കി. പിന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി വിളിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ തിരിഞ്ഞൊന്നും നോക്കിയിട്ടില്ലായിരുന്നെങ്കിൽ അവരെൻ്റെ മേലിലൂടെ വണ്ടി ഓടിച്ച് ഞാൻ ആകെ തീർന്നു പോയേനെ എന്നൊക്കെ ഇങ്ങനെ അവൾ പറയാണ്. അപ്പോൾ ഇവരാകെ പേടിച്ച് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്യാമക്ക് ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് സംഭവിച്ചെന്ന് അറിയുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ടെൻഷനാവുന്ന ആളുമാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അവരെ മുഖം എങ്കിലെങ്കിലും നീ കണ്ടിരുന്നോ, ആ കൊല്ലാൻ ശ്രമിച്ച ആളുടെ മുഖമോ എന്തെങ്കിലും ഒരു സൂചന നിനക്ക് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, ഇല്ല മേഡം, അവരെ മുഖമൊന്നും കാണാൻ അത്ര വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് നീങ്ങിയതാണ്, അപ്പോൾ ഞാൻ അവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ പറയണേ. അപ്പോൾ പിന്നെ ഫിദക്ക് നിൽക്കപ്പുറത്തില്ല, അവർ നേരെ ഫോൺ എടുത്തിട്ട് ആ ACPക്ക് വിളിക്കണം. അപ്പോൾ ACPനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ഈ കേസിനെ കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ആയോ, ഇതിങ്ങനെ കണക്ഷൻ വെറുതെ ഒരു സാധാരണ ഒരു കേസാക്കി തള്ളി മാറ്റരുത് എന്നൊക്കെ ഈ ACPനോട് ഇങ്ങനെ പറയുമ്പോൾ ACP പറയുന്നുണ്ട്, അത് പിന്നെ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ഒരുപാട് മിനിസ്റ്റേഴ്സും ഒക്കെ ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നുണ്ട്, നമ്മുടെ കേരളത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു തിരക്കിൽ അങ്ങനെ പോലീസുകാർ പോകുന്നതാണ്. ഈ കേസ് ഞാൻ വിട്ടിട്ടില്ല, എന്തായാലും അതിന് കറക്റ്റായിട്ട് ഞാൻ അവരെ പിടിച്ചിരിക്കും, അതുകൊണ്ട് യാതൊരു ടെൻഷനും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, മറ്റു കേസുകളെ പോലെ ഇങ്ങനെ തള്ളിപ്പോകരുത്, നിങ്ങളെക്കുറിച്ച് എനിക്ക് നല്ലൊരു മതിപ്പുണ്ട്, നിങ്ങൾ അങ്ങനെ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ പണത്തിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്ന ഒരാളല്ല എന്നുള്ള നല്ലൊരു വിശ്വാസം എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ ACPനോട് പറയുമ്പോൾ ACPയും ശ്യാമക്ക് നല്ല കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഇല്ല മേഡം, ഞങ്ങൾ എന്തായാലും ഈ കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ പിടിച്ചിരിക്കുക, അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ടെൻഷനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്യാമനെ അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ഈ ACP. എൻ്റെ ഫോണൊക്കെ വെച്ചതിന് ശേഷം ശ്യാമ അങ്ങനെ രാധികനോട് പറയുകയാണ്, നീ എന്തായാലും ഇനി ഒറ്റക്കൊന്നും പോകണ്ട, നീ വരുന്നിനെ വിളിച്ച് അവൻ ഇവിടെ വന്നിട്ട് അവൻ നിന്നെ കൂട്ടിക്കൊണ്ടേക്കോളും, നീ ഒറ്റക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, എൻ്റെ ഫിദ മേഡം, നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ കൊല്ലാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കടലിൻ്റെ അടിയിൽ പോയി ഇങ്ങനെ ഒളിക്കാനൊന്നും കഴിയില്ലല്ലോ, ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഒന്നും സംഭവിക്കൊന്നുമില്ല, ഞാൻ തനിയെ തന്നെ പോയിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഫിദ മേഡം സമ്മതിക്കുന്നില്ല. നമ്മളങ്ങനെ ഒളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒളിച്ച് തന്നെ ഇരിക്കേണ്ടി വരും, കാരണം കൊലയാളി വാളും പിടിച്ചിട്ട് നമ്മളെ വെട്ടിക്കുക എന്ന് പറയുമ്പോൾ നിന്ന് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, അത് നമ്മൾ ഒളിക്കേണ്ട സമയത്ത് ഒളിക്കന്നെ വേണം, അതുകൊണ്ട് ഈ കാര്യത്തിലൊന്നും തർക്കം വേണ്ട എന്നാണ് ശ്യാമ പറയുന്നത്. ശ്യാമ ഇനി വരാതെ അവളെ വിടുന്നില്ല എന്നൊക്കെയാണ് അവളോട് പറയുന്നത്.
അമ്മയുടെ പേടി വെപ്രാളൊക്കെ കാണുമ്പോൾ രാധിക നേരെ അമൃതേടത്തിനോട് പറയുന്നുണ്ട്, എൻ്റെ അമൃതേടത്തി ഇങ്ങോട്ട് നോക്ക്, ഈ ഫിദ മാഡത്തിൻ്റെ ഒരു പേടി കണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഒരു തമാശ ആയിട്ട് എടുക്കുകയാണ്. പക്ഷേ ഫിദ പറയുന്നുണ്ട്, എനിക്ക് എല്ലാ കാര്യത്തിലും ഏത് പ്രശ്നം വന്നാലും എനിക്ക് മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കാൻ കഴിയും, നല്ല ധൈര്യം ഉണ്ടാവും. പക്ഷെ നിൻ്റെ കാര്യത്തിൽ എനിക്കതൊന്നും കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, അതെന്താ എൻ്റെ കാര്യത്തിൽ മാത്രം കഴിയാത്തതെന്ന് അവൾക്കൊരു സംശയം വരികയാണ്. അപ്പം ഫിദ മാഡം നേരെ അവളെ കയ്യും പിടിച്ചിട്ട് നേരെ പൂജാമുറിയിലേക്ക് പോവാണ്. പൂജാമുറിയിൽ പോയിട്ട് അവളോട് പറയുന്നുണ്ട്, മോൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ ഇങ്ങനെ അവളോട് പറയുന്നത്. അവളിങ്ങനെ കൈകൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പിറകിൽ ഫിദാമയോടും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എൻ്റെ മോൾക്ക് ഒരു ആപത്തും വരരുത്, അവളുടെ മുഖത്ത് എപ്പോഴും ഈ പുഞ്ചിരിയും സന്തോഷവും ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഫിദ മാഡത്തിനോട് ഇങ്ങനെ രാധിക പറയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫിദ മാഡം ഒരു നേരം കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, എന്നെ പാട്ട് പാടിപ്പിക്കുന്നു, എന്നെ പഠിപ്പിക്കുന്നു, എന്നിട്ട് എന്നെ ഫേമസ് ആക്കുന്നു, അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്ത് ഒരമ്മയും എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്ന പോലെ ഒരമ്മ ആരെയും സ്നേഹിക്കുന്നുണ്ടാവില്ല, ഒരമ്മ ഇത്ര എഫോർട്ട് എടുക്കുന്നുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ രാധിക ഇങ്ങനെ പറയുമ്പോൾ ഈ ശ്യാമ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നേരിട്ടൊരു ജീവിതമാണ് എൻ്റേത്, അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളും എല്ലാം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നിൻ്റെ കാര്യത്തിൽ എനിക്കൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല, അതുകൊണ്ട് പോയിട്ട് വാ മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ യാത്ര അയക്കുകയാണ്. അപ്പോൾ ഇവള് ഓക്കെ പോയിട്ട് വരാം മേഡം എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. രാധിക പൂജാമുറിയിൽ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പം ഫിദയുടെ വിചാരം, ശ്യാമയുടെ വിചാരം അവൾ പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവൾ പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഫിദ മേഡം നേരെ കൈ കൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ രാധിക ആ വാതിലിൻ്റെ അടുത്ത് എത്തിയിട്ട് തിരിച്ചിങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാകും ഈ ഭരതയൊക്കെ ആയിട്ട് ഇങ്ങനെ കൈ കൂപ്പി പ്രാർത്ഥിക്കുന്നത്. രാധിക ഇങ്ങനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അത് ഫിദ കണ്ടിട്ടുമില്ല, ശ്യാമ കണ്ടിട്ടില്ല. അവളിങ്ങനെ നോക്കി നിൽക്കുന്ന കാര്യമൊന്നും ശ്യാമക്കറിയില്ല. ശ്യാമ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അമൃതേടത്തി ഇങ്ങനെ അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ അമൃതേടത്തി ഇങ്ങനെ ശ്യാമൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് അമൃതേടത്തി അവളെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പം മെല്ലെ ഫിദ എന്നൊക്കെ വിളിച്ചിട്ട് അവളെ പിറകിലുണ്ട് എന്ന് ഇങ്ങനെ ശ്യാമക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവൾ മെല്ലെ കൈയൊക്കെ ഇങ്ങനെ താഴത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അമൃതേടത്തി മെല്ലെ അതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല ചില നേരത്ത് നീ കൃഷ്ണൻ്റെ അടുത്ത് എന്നാൽ ഇങ്ങനെ വിട്ട് മാറത്തേ ഇല്ലല്ലോ, ഇവിടെ തന്നെ നിൽക്കുമല്ലോ, അതെന്താ എന്നൊക്കെ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ചില ദിവസം മാത്രമല്ല എല്ലാ ദിവസവും എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ പ്രത്യക്ഷമാകുന്നത് ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ അവൾ കേൾക്കത്തക്ക രീതിയിൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, ഒരു സംശയവും ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ. പക്ഷേ രാധികക്ക് അതൊക്കെ കണ്ടൊരു ഭയങ്കര സന്തോഷമൊക്കെയാണ്, മുഖത്ത് ഭയങ്കര പുഞ്ചിരിയൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ എന്തായാലും കണിമംഗലത്താണ് കാണിക്കുന്നത്. സ്ഥലത്ത് നമ്മുടെ കൽപ്പനയും ഉർവശിയും കൂടി ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്തുണ്ടാകും പുറത്തൊരു പോലീസ് ജീപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഉർവശി കൽപ്പനയോട് പറയുന്നുണ്ട്, എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട്, എന്തായാലും നീ വീട്ടിലുള്ള ബാക്കിയുള്ളവരെല്ലാവരും കൂടി വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൽപ്പന അങ്ങ് വിളിക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ്. അപ്പോൾ പിന്നെ CIയും കുറച്ച് പോലീസുകാരും കൂടി നേരെ അകത്ത് കയറിയിട്ട് ഉർവശിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ വീട്ടിലുള്ളവരൊക്കെ ഇവിടെ, അവരൊക്കെ ഒന്ന് വിളിച്ചേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട്, വിളിക്കാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവിടെയാണെങ്കിൽ വരുണിൻ്റെ അച്ഛനും ഇല്ല, വരുണും ഇല്ല, രാധികയില്ല, അവരെല്ലാവരും കൂടി പുറത്താണ്. അവിടെ ഉള്ളത് ആകെ നമ്മുടെ ജയഭാരതി മുത്തശ്ശിയും പത്മിനിയും മാത്രമാണ്. അപ്പോൾ അവർ രണ്ടുപേരെയും കൽപ്പന ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരികയാണ് ഹാളിലേക്ക്. അപ്പോൾ ഇവരെ കണ്ടിട്ട് ഇങ്ങനെ ഈ ACP അല്ല ഈ CI പറയുന്നുണ്ട്, ഞാൻ വന്നത്, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഈ വനിതാ കമ്മീഷൻ്റെ ഉത്തരവിൽ രണ്ടുപേരെ വീട്ടിലേക്ക് അയച്ചിരുന്നു, അവരെവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പത്മിനി പറയുന്നുണ്ട്, അത് അവരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ CI പറയാണ്, അല്ല നിങ്ങൾ അവരെ വീട്ടിലേക്ക് സ്വന്തം അവർ തിരിച്ചു പോയതോ അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞയച്ചതോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ സ്വയം തിരിച്ചു പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഇങ്ങനെ ഈ CI ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇങ്ങനെ നോക്കുക. അതിൻ്റെ ഇടയിൽ ഈ കൽപ്പന ഉർവശിയും സൈഡിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് എന്തായാലും നല്ല സന്തോഷമാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നത് കണ്ടാൽ പിന്നെ അവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ നല്ല ഹാപ്പിയായി മാറുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ CI നേരെ പോയിട്ട് ഉർവശിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണ് അവരെ ഉപദ്രവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉർവശി പറയും, അയ്യോ അല്ല സാർ, ഞങ്ങൾ അവരെ ഉപദ്രവിച്ചിട്ടില്ല, ഞങ്ങൾ അവർക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഉർവശി ഇങ്ങനെ പറയണം. പിന്നെ കൽപ്പനയോടും ചോദിക്കുന്നുണ്ട്, നീ അവരെന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ കൽപ്പന അറിയണ്ടേ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവരിങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അവരോടൊക്കെ നല്ല സ്നേഹമായിട്ടാണ് അവൾ സംസാരിച്ചിരുന്നതെന്നൊക്കെയാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. ആ സമയത്ത് ജയഭാരതി മുത്തശ്ശി നല്ല ധൈര്യത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത്, അവരൊന്നല്ല ഞാനാണ് അവരെ തല്ലിയത് എന്നിങ്ങനെ ജയഭാരതി നല്ല തൻ്റെ ഇടത്തിലാണ് സംസാരിക്കുന്നത്.
രണ്ടുപേരും ഇവിടെയുള്ള ഒരാൾ തല്ലി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ രണ്ടുപേരും ആണോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഇവർ അല്ലാന്ന് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജയഭാരതി മുത്തശ്ശിക്ക് ഞാൻ തന്നെയാണ് എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് ഈ CI നേരെ നമ്മൾ ജയഭാരതി മുത്തശ്ശിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളാരാ, കോടതിയാണോ അല്ലെങ്കിൽ പോലീസാണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, ഇത് രണ്ടും അല്ല സാർ, എൻ്റെ കുടുംബത്തിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തരം പറഞ്ഞാൽ ഞാൻ തല്ലും എന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശി ആ പോലീസിനോട് പറയണം. ഞാൻ ഈ കുടുംബത്തിലെ മൂത്ത വ്യക്തി, അതുകൊണ്ട് എനിക്ക് ഈ കുടുംബത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ CI പറയുന്നുണ്ട്, അവർക്ക് യൂസ് ചെയ്ത് കണ്ട് ഇവിടെ നിന്ന് തള്ളി വിട്ടതാണെന്നൊക്കെ പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട്, സർ അവർ പറയുന്നതെല്ലാം കള്ളാണ്. കാരണം ആദ്യം അവർ പറഞ്ഞ് ഈ പ്രിയങ്ക പ്രഗ്നൻ്റ് ആണെന്ന്, അതും കള്ളാണെന്ന് സാറിനറിയാം. പിന്നെ അവർ പറഞ്ഞ് ഈ ഭ്രാന്തായി അഭിനയിക്കുന്നതൊക്കെ അവൾ ഫുൾ അഭിനയമായിരുന്നെന്ന്, അവൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ അവൾ തുറന്ന് പറഞ്ഞതാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ CI അതൊന്നും വിശ്വസിക്കുന്നില്ല. CI പറയുന്നുണ്ട്, അവൾക്ക് ഭ്രാന്ത് ആണെന്ന് നിങ്ങൾ വരുത്തി തീർത്തതാണ്, അവൾക്ക് ഭ്രാന്ത് അല്ലാന്ന് നിങ്ങൾ അവരോട് ബലമായി വരുത്തി തീർത്തതാണ്, നിങ്ങൾ ഫോഴ്സ് ചെയ്തിട്ടാണ് അവരങ്ങനെ പറഞ്ഞത്. പിന്നെ ഞങ്ങളെ സ്റ്റേഷനിൽ ആരെങ്കിലുമൊക്കെ പിടിച്ചു കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് അവരെ എന്തെങ്കിലും പറയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല തല്ലി ചതച്ചിട്ട് അവരെ കൊണ്ട് ഞങ്ങൾക്ക് എന്താ വേണ്ടത് അതുപോലെ അവരെ കൊണ്ട് പറയിപ്പിക്കും. അതുപോലെയാണ് ഇവിടെ സംഭവിച്ചത്. നിങ്ങൾ അവരെ കൊണ്ട് തല്ലി ചതച്ച് നിങ്ങൾ അവരെ ഭ്രാന്തില്ലാന്ന് നിങ്ങൾ തന്നെ സ്വയം പറയിപ്പിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ ഈ CI പറയാണ്. നിങ്ങളങ്ങനെ ബലമായി ചെയ്തതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല സർ, അവർ ഈ വീട്ടിൽ വന്നിട്ട് ഞങ്ങളോട് കള്ളം പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു. ഇനി സാറിനോടാണ് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ പറ്റിക്കുന്നത്, നിങ്ങൾ കള്ളം പറഞ്ഞ് ഇത്ര ഒരു വലിയ ഉദ്യോഗസ്ഥനെ ഇങ്ങനെ പറ്റിച്ചു പോകുന്നത് എന്നുണ്ടെങ്കിൽ സാർ എന്തെങ്കിലും ചെയ്യാം, സാർ അതിനെതിരെ നടപടി എടുക്കുകയല്ലേ ചെയ്യുക. അതുപോലെ തന്നെയാണ് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോൾ ഞാൻ അതിനെതിരെ നടപടി എടുത്തു എന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശി പറയും. മംഗലം പറയുന്നത് വേണമെങ്കിൽ ഇവിടെ വലിയ സംഭവമായിരിക്കും, പക്ഷേ അഭ്യന്തരത്തിൽ ഈ കണിമംഗലം ഒന്നും അല്ല. അതുകൊണ്ട് ഈ പ്രിയങ്ക അവരുടെ മുത്തശ്ശി എനിക്കൊരു കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്, അതും ഗാർഹിക പീഡനാണ്, എനിക്ക് കേസെടുത്ത് ഞാൻ വരുന്നത്. പോലീസിൻ്റെ ഉത്തരവും ഈ വനിതാ കമ്മീഷൻ്റെ ഉത്തരവും എല്ലാം നിലനിൽക്കുകയാണ്. നിങ്ങൾ അവരെ ക്രൂരമായിട്ട് മർദ്ദിച്ച് ഈ വീടിൽ നിന്ന് പുറത്താക്കിയത്, അതിനെതിരെ അത് ചെയ്ത ഈ വീട്ടിലെ ജയഭാരതി മുത്തശ്ശിനെ ഞാൻ അറസ്റ്റ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഈ പത്മിനിയൊക്കെ ആകെ പേടിച്ച് പോവുകയാണ്. ആകെ പേടിക്കുന്ന അവിടെ പത്മിനിയാണ്. മുത്തശ്ശിയാണെങ്കിൽ നല്ല ധൈര്യത്തിലും തൻ്റെ ഇടത്തിലും നിൽക്കുകയാണ്. കാരണം ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടതാണെന്നുള്ള മട്ടിലാണ് നമ്മുടെ മുത്തശ്ശി നിൽക്കുന്നത്. പക്ഷേ ഈ കൽപ്പന ഉർവശി അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം മുത്തശ്ശിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള വാർത്തക്ക് അവർക്ക് ഭയങ്കര ഹാപ്പി ന്യൂസാണ്. അവരെങ്ങനെയെങ്കിലും ഈ കുടുംബം ഒന്ന് തകർന്ന് കണ്ടാൽ മതി എന്ന് ചിന്തിച്ച് നിൽക്കുന്ന രണ്ട് പേരായതുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മുത്തശ്ശിനോട് പറയുന്നത്, നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോൾ ഈ പത്മിനി, വേണ്ട, മുത്തശ്ശിനെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല, മുത്തശ്ശി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പത്മിനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ CI പറയുന്നുണ്ട്, ഇങ്ങനെ ചെറിയ ചെറിയ എതിർപ്പൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാകുമെന്ന് അറിയാം, അതുകൊണ്ടാണ് ഞാനിവിടെ ഇവരെയൊക്കെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് വനിതാ പോലീസുകാരെയൊക്കെ ഒക്കെ കാണിക്കുന്നുണ്ട്. ഒരു സ്ത്രീനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വനിതാ പോലീസ് വേണമെന്നുള്ളതിൽ അയാൾ മുൻകൂട്ടിയിട്ട് ഈ രണ്ട് വനിതകളൊക്കെ കൊണ്ടാണ് പോകുന്നത് എന്നൊക്കെ ഇവരോട് ഇങ്ങനെ പറയാണ്. പക്ഷേ നമ്മുടെ ജയഭാരതി മുത്തശ്ശി ഒരു പേടിയും മേടിക്കുന്നില്ല. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കയ്യാങ്കളിയും എല്ലാം ഉണ്ടാകും എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഒരു പ്രശ്നമില്ലാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നല്ല നമുക്ക് സുഖമായിട്ട് അങ്ങ് സ്മൂത്തായിട്ട് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഇനി അതല്ല, നിങ്ങൾക്ക് തള്ളലും പ്രശ്നങ്ങൾ ഉണ്ടാക്കലൊക്കെ ആണെങ്കിൽ ഈ സംഘർഷത്തിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റിയാൽ അതൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജയഭാരതി മുത്തശ്ശിനോട് നേരെ ഈ CI പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കണിമംഗലത്ത് വലിയ ആളാണെന്നുള്ള ഇതുണ്ടാവും, പക്ഷേ നിങ്ങൾ കളിക്കാൻ തിരഞ്ഞെടുത്ത കളം മാത്രം മാറിപ്പോറി എന്നൊക്കെ ഈ CI ഇങ്ങനെ പറയുന്നത്. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നാണ് ഈ CI പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജയഭാരതി മുത്തശ്ശി തന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാണെന്നുള്ള വിചാരത്തിൽ അങ്ങനെ പേടിച്ച് നിൽക്കുന്നൊന്നുമില്ല. ജയഭാരതി മുത്തശ്ശി എന്നെ അറസ്റ്റ് ചെയ്തോളൂ, യാതൊരു കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് മുത്തശ്ശി നിൽക്കുന്നത്. പക്ഷേ ആ കൽപ്പനയും പ്രിയങ്കയും അവർക്കിതൊക്കെ കണ്ടിട്ട് ഭയങ്കര ചിരി പൊട്ടി നിൽക്കുന്നൊക്കെ ഉണ്ട്. കൽപ്പന ഇങ്ങനെ ചിരിക്കുന്നതും ആ കൈ പൊത്തിയിട്ട് ഇങ്ങനെ ചിരിയൊക്കെ മറച്ചു പിടിക്കണം. കാരണം ഇത്രയും നല്ലൊരു കാഴ്ച അവരുടെ ജീവിതത്തിൽ മുന്നേ കണ്ടിട്ടില്ല എന്നുള്ള മട്ടിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. ഇത് നമ്മുടെ ജയഭാരതി മുത്തശ്ശിക്ക് എന്നെ അറസ്റ്റ് ചെയ്യാന്നുള്ള നല്ല കോൺഫിഡൻസിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ജയഭാരതി മുത്തശ്ശി അവരോട് തിരിച്ചു പറയുന്നുണ്ട്, അയ്യോ സാറേ, ഈ കാര്യത്തിൽ എനിക്ക് യാതൊരു പേടിയില്ല, എനിക്ക് അറസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ നല്ല മാന്യമായിട്ട് ശമ്പളം വാങ്ങി അവരുടെ ഡ്യൂട്ടി നല്ല വൃത്തിക്ക് ചെയ്യുന്നവരെയും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങളെപ്പോലെ ഇങ്ങനെ നക്കാപ്പിച്ചൊക്കെ എന്ത് വൃത്തികേടും ചെയ്യുന്നവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഈ CIക്ക് ഇട്ട് താങ്ങിയിട്ടാണ് ജയഭാരതി മുത്തശ്ശി സംസാരിക്കുന്നത്. ഇപ്പം നിങ്ങളെന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ 4 ആൾക്കാരെ മുന്നിൽ നിങ്ങളിപ്പോൾ വലിയ ഷൈനൊക്കെ കാണിക്കും, പക്ഷേ ഞാൻ ഈ അറസ്റ്റ് ചെയ്ത് എന്നെ
മോചിപ്പിച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിങ്ങളെ ഞാൻ നാണം കെടുത്തും. ഇത് ഈ ജയഭാരതിയാണ് പറയുന്നത്, ഈ കണിമംഗലം ജയഭാരതിയാണ് ഞാൻ ഈ പറയുന്നത്, അല്ലെങ്കിൽ കണ്ട എന്നൊക്കെ ഇങ്ങനെ ഈ ജയഭാരതി മുത്തശ്ശി അയാളോട് ഒരു ഭീഷണി മുഴുക്കാണ്. പക്ഷേ ഇയാൾക്ക് അതൊക്കെ ഒരു പുച്ഛാണ്. ഇയാൾ വേറെ ആ പോലീസുകാരോട് വിലങ്ങ് വെക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് വിലങ്ങ് അടിയിപ്പിക്കുകയാണ്. പത്മിനിയുടെ മുഖം എങ്ങനെയാണെന്ന് വെച്ചാൽ, പത്മിനി അയ്യോ മുത്തശ്ശി ഒന്നും പറയല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പത്മിനി മുത്തശ്ശിനെ തടയാനുള്ളൊരു എക്സ്പ്രഷനിലൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ പത്മിനിയുടെ ഒന്നും മൈൻഡേ ചെയ്യുന്നില്ല ജയഭാരതി മുത്തശ്ശി. എന്ത് വേണമെങ്കിലും വരട്ടെ എന്നുള്ള മട്ടിലാണ് ജയഭാരതി മുത്തശ്ശി. അപ്പോൾ ഈ പോലീസുകാരനോട് ഈ പത്മിനി പറയുന്നുണ്ട്, അയ്യോ മുത്തശ്ശിനെ അറസ്റ്റ് ചെയ്യല്ലേ, വിലങ്ങ് വെക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തടക്കുമ്പോൾ ഈ CI പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്താ പൊന്നുമ്പളായിട്ട് സ്വീകരിക്കണോ, നിങ്ങളും കണ്ടതല്ലേ ഇവരുടെ തൻ്റെയോടും സംസാരവും, എന്നിട്ട് ഞാനിതൊക്കെ നോക്കി നിൽക്കണോ, വിലങ്ങ് വെക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അവരോട് വിലങ്ങ് വെപ്പിക്കുകയാണ്. വിലങ്ങ് വെക്കുന്നതിൻ്റെ ഇടയിൽ പത്മിനി ഇങ്ങനെ പറയുന്നുണ്ട്, സർ പ്ലീസ് വിലങ്ങ് വെക്കരുത് സർ, മുത്തശ്ശി ഞാൻ കാല് പിടിക്കാം, മുത്തശ്ശിനെ ഒന്ന് വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് യാചിക്കുകയാണ്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി പത്മിനിയോട് അങ്ങ് ചൂടാവാണ്. ഈ പത്മിനി ഇവിടെ കണിമംഗലത്ത് ഈ ശത്രുക്കൾക്ക് മുന്നിൽ തോറ്റ് പിന്മാറുന്ന ഒരു ചരിത്രം ഇല്ലടി, അതുകൊണ്ട് നീ ഒന്ന് മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പത്മിനിനെ ഈ ജയഭാരതി മുത്തശ്ശി തള്ളി മാറ്റാണ്. അവരെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ താന്ന് നിൽക്കണ്ട എന്നുള്ള രീതിയിലാണ് പത്മിനിനോട് ഈ ജയഭാരതി മുത്തശ്ശി പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഈ കൽപ്പന ഉർവശി മെല്ലെ സോപ്പിടാൻ വേണ്ടിയിട്ട് കൽപ്പന വന്നിട്ട് ഈ CIനോട് പറയുന്നുണ്ട്, സർ ഇവരെ അറസ്റ്റ് ചെയ്യരുത് സർ, ഞങ്ങൾ വേണമെങ്കിൽ കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഭയങ്കര ആക്ടിങ് ഒക്കെയാണ്. പക്ഷേ നമ്മുടെ മുത്തശ്ശിക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ അഭിനയം ഒന്നും ഇപ്പോൾ വേണ്ട, നിങ്ങളോട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി യാചിക്കാൻ, മാറി നിൽക്കടി നാണം കെടുത്താതെ കുടുംബത്തിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൽപ്പനനെ തള്ളി മാറ്റുന്നുണ്ട് ജയഭാരതി മുത്തശ്ശി. എന്നിട്ട് ഇവർ അറസ്റ്റ് ചെയ്ത് പുറത്തിറങ്ങുന്ന സമയത്ത് ഉണ്ടാകും നമ്മുടെ വരുണും രാധികയും കൂടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവർ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകും നമ്മുടെ മുത്തശ്ശിനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്. പക്ഷേ അവരെ കാണുമ്പോൾ നമ്മുടെ ജയഭാരതി മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവാണ്. എന്തായാലും ഇനി പേടിക്കാനൊന്നുമില്ല, ഇവർ വന്നല്ലോ എന്നുള്ള മട്ടിലാണ് ജയഭാരതി മുത്തശ്ശി നിൽക്കുന്നത്. വിലങ്ങൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ പിന്നെ വരുണും രാധികയും കൂടി മുത്തശ്ശിയുടെ അടുത്ത് ഓടി പോവാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഈ CIനോട് വരുൺ പറയുന്നുണ്ട്, ഈ വിലങ്ങയക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ CI പറയുന്നുണ്ട്, അതങ്ങനെ വിലങ്ങയക്കാം, ഈ പ്രിയങ്കേനെയും അവരുടെ മുത്തച്ഛനെയും ഇവിടെ നിന്ന് ക്രൂരമായി മർദ്ദിച്ചതിനെ കേസെടുത്തിരിക്കുകയാണ്, അതും ഗാർഹിക പീഡനം. എന്തായാലും നിങ്ങളുടെ മുത്തശ്ശി ഒരു 3-4 കൊല്ലത്തിന് പുറത്തിറങ്ങില്ല, ഇനി അഥവാ എങ്ങനെ ഇറങ്ങിയാൽ തന്നെ ജീവനോടെ പുറത്തിറങ്ങുമെന്നും തോന്നുന്നില്ല, ചിലപ്പോൾ കെട്ടിപ്പൊതിഞ്ഞായിരിക്കും വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ വരുണിന് അങ്ങ് കലി കയറുകയാണ്. ആ വരുണ് നേരെ ഇയാളെ കയറി അങ്ങ് കയ്യേറ്റം ചെയ്യാണ്. അപ്പോൾ ഇയാളങ്ങനെ തള്ളി മാറ്റിയിട്ട് ഈ CI പറയുന്നുണ്ട്, ഏതും യൂണിഫോമിലുള്ള ഒരാളെയാണ് നീ കയ്യേറ്റം ചെയ്തത്, അതിനുള്ള ശിക്ഷ എന്താണോ നിനക്ക് അറിയോടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങ് കാലത്ത് സംസാരിക്കണം. കൂടെ നിങ്ങൾ 2 പേരെയും കൂടി അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പൊക്കെ ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് 2 പേർക്കും ഞാൻ വേറൊരു സമയം കണ്ടു വെച്ചിട്ടുണ്ട്, ഇപ്പോൾ എന്തായാലും അതില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, വേണമെങ്കിൽ എന്നെ വരുണിനെ അറസ്റ്റ് ചെയ്തോളൂ, പക്ഷേ മുത്തശ്ശിനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ CI നേരെ അവളോട് പറയുന്നുണ്ട്, ഓ നിൻ്റെ ഷോ ഓഫൊന്നും ഇപ്പം വേണ്ട, കാരണം കുറച്ച് മുന്നേ തന്നെ നിൻ്റെ മുത്തശ്ശിയുടെ കുറച്ച് ഷോ ഓഫൊക്കെ കണ്ടിട്ട് വയറ് നിറഞ്ഞ് നിൽക്കുകയാണ്, അതുകൊണ്ട് ഇനി നിന്നെ കൂടുതൽ അങ്ങനെ വിളച്ചിലെടുക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളോട് അങ്ങ് കാലത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവന് പിന്നെ നേരെ വരുണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നീ സ്റ്റേഷനിലേക്കൊന്ന് പോവാം, എന്തായാലും കളി നമ്മൾ 2 ആളും തമ്മിലാണ്, നമുക്ക് നേരിട്ടൊന്ന് കാണാം, നിനക്കുള്ള കുഴി ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പോലീസുകാരനെ വരുണിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്തായാലും എപ്പിസോഡ് കഴിയുന്നത്. ഇനി എന്തായാലും ഇവർ സ്റ്റേഷനിൽ പോയി മുത്തശ്ശിനെ ഇറക്കുന്ന സീനൊക്കെ ആയിരിക്കും. എന്തായാലും എങ്ങനെ മുത്തശ്ശിനെ ഇറക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കി കാണാം. അതിൻ്റെ ഇടയിൽ ഈ പ്രിയങ്കയുടെ മുത്തശ്ശിക്കും നല്ല 8ൻ്റെ പണി തിരിച്ച് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവരെ കയ്യാങ്കളി എന്തായാലും കുറച്ച് കൂടിയിരിക്കുകയാണ്, ഇവർക്ക് കുറച്ച് കൂടി നല്ല ഡോസ് കിട്ടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇവരാണെങ്കിൽ എത്ര കിട്ടിയാലും മതിയല്ല, എങ്ങനെയെങ്കിലും കണിമംഗലത്ത് കയറി പറ്റണം എന്നുള്ള ഒരു രീതിയിലാണ് ഇവർ 2 പേരും നിൽക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് നോക്കി കാണേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഓക്കെ ബൈ.